ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളെ കൂടലങ്ങാടി പെട്രോൾ പമ്പിൽ ഉണ്ടായ പ്രശ്നമുണ്ടോ? സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഈ പമ്പത്തെ ആ ജീവനക്കാരനെ പോയി കണ്ടിരുന്നു. അപ്പം ഒരു സംസാരിച്ച് പറഞ്ഞു ഈ ചെക്കൻ ആദ്യം എന്തോ ഒരു ക്യാഷ് പറഞ്ഞ ഇതിലെന്തോ അങ്ങോട്ട് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായതാണ്. അതായത് എണ്ണ അടിക്കാൻ പറഞ്ഞ പൈസയിൽ കേട്ടോടുത്ത് ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞെന്താ ഇതൊന്ന് ചോട് തോണ്ടി എന്നൊക്കെ പറഞ്ഞ് റോങ് ആയിട്ട് സംസാരിച്ചു പറഞ്ഞു. പിന്നൊക്കെ കഴിഞ്ഞ് ജിപേക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ടുണ്ടായ സംസാരത്തിലാണ് ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് പറഞ്ഞു. എന്താ വെച്ചാൽ പെട്രോൾ പമ്പത്തെ ജീവനക്കാരൻ അവനോട് പറഞ്ഞു ഭയങ്കര എന്താ വെച്ചാൽ റോങ് ആയിട്ട് സംസാരിച്ചു. പിന്നെ തച്ചിട്ട് ചോരയൊക്കെ വന്നു. ആ ചോര എന്താ വെച്ചാൽ ഇവൻ പിന്നെ തച്ചപ്പോൾ നിലത്തുനിന്ന് എടുത്തുകാണ്ട് അപ്പോൾ കൈക്ക് കിട്ടിയ കല്ലുകൊണ്ട് തച്ചാന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ ഒരു പച്ച പൊതുവേ നമ്മൾ ഈ പെട്രോൾ പമ്പത്തെ ജീവനക്കാർ ഏത് പമ്പിലായാലും കേട്ടോ ഒന്നിരിക്കെ ഈ പ്രായമായ ആൾക്കാരും ഇപ്പോൾ കൂടുതലായിട്ട് ഞങ്ങളുടെ അടുത്ത പമ്പിലൊക്കെ കുറേ പ്രായമായ ആൾക്കാരും പിന്നെ പൊതുവെ എന്തെങ്കിലുമൊക്കെ ഒരു മൈന്യൂട്ട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അറിയുന്നതാണ്. അതിൻ്റെ ഇതാണ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരുവിധം പമ്പിലൊക്കെ ജീവനക്കാരെ നിൽക്കുക. പിന്നെ പഠിക്കുന്ന ചെക്കന്മാർ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോട്ടും പോയി സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്യുക. പിന്നെ അവൻ പറഞ്ഞു എന്നല്ല ആ ചെക്കൻ അത് റോങ് ആയിരുന്നു. ചെക്കൻ എനിക്കറിയില്ല, പേഴ്സണലായിട്ട് എനിക്ക് ആ ചെക്കനെ അറിയില്ല. അപ്പോൾ ഓരോ വീഡിയോ ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ. ആ വീഡിയോ ഞാൻ എന്താ വെച്ചാൽ അതിൽ താഴെ നമ്പർ ഒരു പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ഞാൻ വിളിച്ചു എന്താ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. ഈ നമ്പറിൽ വിളിക്കാന്ന് പറഞ്ഞാൽ നമ്പറിൽ വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ നമ്പർ വേറെ ആരോ കൊടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ആ വീഡിയോയിൽ അതിൽ വെക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ആ നമ്പർ അങ്ങനെ പിൻ ചെയ്ത് വെക്കാൻ പാടുണ്ടോ? എന്നിട്ട് ഓനോ എൻ്റെ വൈഫിനൊക്കെ ടാഗ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ എന്നിട്ട് ആ നമ്പർ ഡിലീറ്റ് ചെയ്യുക, നിങ്ങൾ അറിയുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അതിന് നല്ലൊരു ഇത് കൊടുക്കുക. അല്ലാതെ വെറുതെ ഒരു വീഡിയോ BGM കയറ്റി ഇട്ട് കഴിഞ്ഞിട്ട് അതിന് കുറേ ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആകെ ഇതെന്താണ് സംഭവം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ ചെക്കനെ കണ്ടപ്പോൾ പറഞ്ഞു ഓലെന്തോ പിന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു. എന്താ തല്ലുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമാര് ഇഷ്യൂനൊന്നും പോകാതൊക്കെ കാരണം നിങ്ങൾ സാധുക്കളാണ്. പെട്രോൾ പമ്പിൽ ജീവനക്കാരെ പൊതുവേ നമുക്ക് അറിയുന്നതല്ലേ. എന്തെങ്കിലും 10-500 രൂപ ഡെയിലി പൈസക്കൊക്കെ വരികയാണ്. എന്തെങ്കിലും ചെറുതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കുക. പിന്നെ പമ്പിൽ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ എന്താ എയർ അടിച്ചു എന്നോ അപ്പോൾ പറഞ്ഞോടത്തോ കേട്ടോടത്തോ പേച്ചു എന്തോ ഒരു വിഷയമാണ് ശരിക്കും. അത് ശരിക്കും ഒന്നൊരു പൈസ ഡീലേ ചെയ്യാൻ പറ്റുന്നതും അങ്ങനത്തെ പറഞ്ഞൊക്കെ ഡീലേ ചെയ്യാൻ പറ്റിയ ചെറിയ വിഷയങ്ങളാണ്. അതിങ്ങനെ പ്രശ്നങ്ങളിലേക്ക് എത്തി ലാസ്റ്റ് കേസും കൂടെ ഒക്കെ ആയി ഒത്തുതീർപ്പാക്കി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു ചെക്കൻ പറഞ്ഞു എന്തോ അങ്ങനെ എന്താ തെല്ലും എന്തൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മുത്തുകളെ ഞങ്ങളും അതിന് നിൽക്കരുത്. ആ വിഷയങ്ങളൊക്കെ ഒഴിവാക്കി വിടുക. എല്ലാവർക്കും ഫാമിലിയും കുടുംബങ്ങളൊക്കെ ഉള്ളതാണ്. ആ സാധു നമ്മൾ അറിയുന്ന ചെക്കനാണ്, പക്ഷേ സാധുവാണ്. മറ്റേ മുത്താരെ എനിക്കറിയില്ല, ചെക്കനാരെ എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ആ നമ്പർ മാക്സിമം ഒന്ന് ഡിലീറ്റ് ചെയ്യുക, ഒഴിവാക്കുക. പിന്നെ പെട്രോൾ പമ്പിലും പിന്നെ KSRTCക്കാരൊക്കെ പോയി തല്ലിനുണ്ട് വേറെ പ്രശ്നം പാടിയുണ്ട്. ഇതോടെ പമ്പിലെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും നശിപ്പിക്കുക അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ കേസ് മാറും. പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് മാറും. ഇതിന് വലിയ ഒലക്കേറ്റും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ കമ്പനി വക്കീലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ കാലാകാലം കേസിൻ്റെ പിന്നാലൊക്കെ നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ എല്ലാം സ്പ്രെഡ് ആകുമ്പോൾ വീഡിയോ ഇങ്ങനെ BGM കയറ്റിക്കൊണ്ടതിന് മുന്നേ ഒന്നിരിക്കാൻ വീഡിയോ ഒഴിവാക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിലെന്താണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വെറുതെ റീച്ചിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കാട്ടിയിട്ട് കാര്യമില്ല. മറ്റുള്ളവരുടെ ജീവിത ചെക്കന് വളരെ മോശമായിട്ടൊരു അത് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ശരി.